നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യ ഡിക്റ്റേറ്റ് ചെയ്യുന്ന വഴിയെ മുന്നോട്ട് പോകുന്ന ടെസ്റ്റ്, അതാണിപ്പോൾ രണ്ടാം ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇനി ഇന്ത്യ പറയും അതിൻ്റെ വഴിയെ കളി നീങ്ങും. ശ്രീലങ്കയുടെ 2 വിക്കറ്റുകൾ വെളിച്ചക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ശരി, അത് ഇത്തിരി അൺഫെയർ അല്ലേ എന്ന ചോദ്യം വരാം. പക്ഷേ അങ്ങനെ 2 വിക്കറ്റുകൾ കൂടി എടുത്തതോടെ കളി പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിലാണ്. ഇനി ടേംസ് നമ്മളങ്ങ് വെക്കും, അതനുസരിച്ച് കളി നീങ്ങും. ധ്രുവ് ജുറലിൻ്റെ സെഞ്ചുറിയും അതുപോലെ ഋഷഭ് പന്തിൻ്റെ കിടലൻ ഇന്നിങ്സും എല്ലാം കൂടി ചേർന്നുകൊണ്ട് 503 റൺസ് എടുത്തതിന് ശേഷമാണ് ടീം ഇന്ത്യ ഡിക്ലെയർ ചെയ്ത് 9 വിക്കറ്റുകൾ വീണിരുന്നു. 503 റൺസ്. മറുപടി ബാറ്റിങ്ങിൽ 2 വിക്കറ്റ്, 8 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലാണ്. 3 ഓവറാണ് ശ്രീലങ്ക ബാറ്റ് ചെയ്തത്. ഇന്ന് മഴ പെയ്ത് റെയിൻ കട്ടയിൽ ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ്. അതിൽ ശ്രീലങ്കയ്ക്ക് നല്ല തിരിച്ചടിയും കിട്ടുകയുണ്ടായി. ഏതായാലും ഇന്നത്തെ ദിവസത്തെ പ്രകടനം നമ്മൾ എടുത്തു പറയുന്നത് ജുറലിൻ്റെ തന്നെയാണ്. അദ്ദേഹം 115 നോട്ട് ഔട്ട്, ഇന്നലെ പടിക്കലെ സെഞ്ചുറി അടിച്ചത്. അങ്ങനെ 2 കിടിലൻ സെഞ്ചുറികൾ, പന്തിൻ്റെ മികച്ച ഇന്നിങ്സ് എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇന്ത്യ 500 കടന്നത്. ഏതായാലും 177 പന്തുകളിൽ നിന്നാണ് 115 റൺസ് ധ്രുവ് ജുറൽ അടിക്കുന്നത്. ഇന്ത്യ 503-9 എന്ന് പറയുമ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം കാമിൽ മിഷാര, ഡെബ്യൂട്ടൻ പ്ലെയർ ആയിട്ടുള്ള കാമിൽ മിഷാരയാണ് ശ്രീലങ്കയ്ക്കായിട്ട് ഇപ്പോൾ ക്രീസിലുള്ളത്. 5 പന്തിൽ 5 റൺസും. ഒപ്പം ഉണ്ടായിരുന്ന പ്രഭാത് ജയസൂര്യ അവസാനം മടങ്ങി പോവുകയും ചെയ്തു. ലാഹിരു ഉദാര 1 റൺസാണ് അടിച്ചത്. അങ്ങനെയാണ് അവർ 3 ഓവർ ബാറ്റ് ചെയ്ത് 2 വിക്കറ്റ് നഷ്ടപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്, അവർക്ക് വലിയ രൂപത്തിലുള്ള കംപ്ലൈൻ്റ് ഉണ്ട്. വെളിച്ചക്കുറവ് അവർക്ക് ബാറ്റിങ്ങിനെ ബാധിച്ചു എന്നൊക്കെയുള്ള കംപ്ലൈൻറ്റ് എന്തായാലും ഉണ്ട്. ഇന്ത്യ അത് മെയിൻറ്റെയിൻ ചെയ്യാനേ പോകുന്നില്ല. നമുക്ക് നമ്മുടെ കാര്യം ചെയ്യുക, വിക്കറ്റ് എടുക്കുക, മുന്നോട്ട് പോവുക, അത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത്. ശ്രീലങ്ക അവരുടെ മറുപടി ബാറ്റിംഗ് ആരംഭിക്കുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂറോളം ഇന്നത്തെ കളി ബാക്കിയിട്ടായിരുന്നു. പക്ഷേ പിന്നീട് മഴ വന്നു. അതിനുശേഷം അവസാനം 3 ഓവറാണ് ബാറ്റ് ചെയ്തത്. അതിലവർക്ക് 2 വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. അപ്പം അവർ തീർച്ചയായിട്ടും അൺഫെയർ ആണ് എന്നൊക്കെ അവർ പറയും. കംപ്ലൈൻ്റ് ഒക്കെ അവർക്ക് ഉണ്ടാവും. കാരണം ബാഡ് ലൈറ്റാണ് ഇന്ന് അവസാനം അവർക്ക് വിക്കറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കളി നിർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വഴിയെ കൊണ്ടുവന്ന ഒരു ദിവസമാണ്. ജുറൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി നേടി. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് ഇന്ന് പുനരാരംഭിക്കുന്ന സാരാംശ് ജെയിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹം അധിക സമയമൊന്നും നിന്നില്ല. അദ്ദേഹം സെക്കൻഡ് സ്ലിപ്പിലേക്ക് അസിത ഫെർണാണ്ടോയുടെ പന്തിൽ കൊടുത്തിട്ട് അദ്ദേഹം മടങ്ങിപ്പോയി. സോ അസിതയുടെ 4ാമത്തെ വിക്കറ്റായിരുന്നത്. പക്ഷേ ഫസ്റ്റ് എവർ 5 ശ്രീലങ്കൻ സോയിൽ അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായിരിക്കും. അപ്പോൾ സാരാംശ് ജെയിൻ മടങ്ങിപ്പോയപ്പോൾ പകരം പന്ത് വീണ്ടും ക്രീസിലേക്ക്, ഇന്നലെ റിട്ടയർഡായിട്ട് മടങ്ങിപ്പോയ ആളാണ്. പന്ത് ക്രീസിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാലോ ഏത് രൂപത്തിലാണ് ബാറ്റ് ചെയ്യുക എന്നുള്ളത്. പന്തും അതുപോലെ നമ്മുടെ ധ്രുവ് ജുറലും ചേർന്നുള്ള ആ കൂട്ടുകെട്ടാണ് കളി പൂർണ്ണമായിട്ടും നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്തത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കൂട്ടുകെട്ടായിരുന്നു. 152 പന്തുകളിൽ നിന്ന് 112 റൺസാണ് അവരടിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ 89 പന്തുകളിൽ നിന്ന് വളരെ വേഗത്തിൽ 63 റൺസ് ഋഷഭ് പന്ത് അടിക്കുകയും ചെയ്തു. അതുവരെ കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കി എന്ന വണ്ണം കൊണ്ടുപോയിരുന്ന ശ്രീലങ്കയ്ക്ക് പൂർണ്ണമായിട്ടും കാര്യങ്ങൾ കൈവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും പന്ത് മടങ്ങിപ്പോയതിന് ശേഷം നമുക്ക് വിക്കറ്റുകൾ നഷ്ടമാകുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയ കാര്യം ഇദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയാണ്, ധ്രുവ് ജുറലിൻ്റെ സെഞ്ചുറിയാണ്. ആ ഒരു മഴയും അങ്ങനെയൊക്കെ വന്ന് കളി വൈകുന്നു. പിന്നെ അദ്ദേഹം സെഞ്ചുറിക്ക് വേണ്ടി കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 21 ഡെലിവറീസാണ് 99-100 എന്നുള്ള ആ ഒരു ഘട്ടം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. ഏതായാലും ഒടുവിൽ ആ സെഞ്ചുറി നേടിയപ്പോൾ അദ്ദേഹം വലിയ സന്തോഷത്തിലായിരുന്നു. വലിയ രൂപത്തിലധികം അത് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ത്യയുടെ ഇന്നിങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ തന്നെ യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലൊക്കെ മടങ്ങിയിരുന്നല്ലോ. യശസ്വി ജയ്സ്വാൾ 45, കെ എൽ രാഹുൽ 18, ദേവദത്ത് പടിക്കൽ ഇന്നലെ കിടലൻ ഇന്നിങ്സ് 117 റൺസ്, ശുഭ്മൻ ഗിൽ 50. ഇന്ന് പിന്നെ രവീന്ദ്ര ജഡേജ 43. അപ്പോൾ ഇന്നത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ സാരാംശ് ജെയിൻ 6 റൺസുമായിട്ട് മടങ്ങി. ഋഷഭ് പന്ത് 63 റൺസാണ് അടിച്ചത്. ധ്രുവ് ജുറൽ 115 റൺസുമായിട്ട് പുറത്താകുന്നു. മനവ് സുതാർ 18 റൺസ്. മുഹമ്മദ് സിറാജ് കിടിലൻ ആയിട്ട് നമ്മുടെ ധ്രുവ് ജുറലിനെ സെഞ്ചുറി അടിക്കാൻ വേണ്ടി കൂട്ടുനിന്നു. 29 പന്തിൽ നിന്ന് 3 റൺസ്. പ്രസിദ്ധ 7 പന്തിൽ 4 റൺസുമായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതിൽ 4 വിക്കറ്റ് എടുത്തത് അസിത ഫെർണാണ്ടോ, ലാഹിരു കുമാരക്ക് 1 വിക്കറ്റ്, പ്രഭാത് ജയസൂര്യക്കും കേശാരൻ ഉവാന്തക്കും 2 വീതം വിക്കറ്റുകൾ കിട്ടി.
മറുപടി ബാറ്റിങ്ങിൽ ശ്രീലങ്ക 8 റൺസിന് 2 വിക്കറ്റ് പോയ നിലയിലാണല്ലോ. പ്രസിദ്ധ് കൃഷ്ണയും മനോജ് സുതാറുമാണ് ഓരോ വിക്കറ്റുകൾ വീഴ്ത്തിയിരിക്കുന്നത്. സോ കളി നമ്മുടെ കയ്യിലാണ്. നാളെ ശ്രീലങ്കയുടെ ഇന്നിങ്സ് എത്രയും പെട്ടെന്ന് റാപ്പപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നാളെ മുഴുവൻ ഒരു ബാറ്റ് ചെയ്താലും ഒരു 200 റൺസിന് മുകളിലുള്ള ഒരു ലീഡ് പിടിക്കുക. പിന്നെ അടുത്ത ദിവസം കളി നമ്മൾ പൂർണ്ണമായിട്ടും പിടിക്കുക. ഇതാണ് ഇപ്പോൾ ഇനി ചെയ്യാനുള്ളത്. നാളത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ്. പക്ഷേ നമ്മൾ ഇനി ടേംസ് വെക്കും, അതനുസരിച്ച് കളി നീങ്ങും. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.